കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചു, ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ അറിയുന്നു. യോബിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട കഷ്ടതയെ പ്രതി പല വ്യക്തമായ ചില നിരീക്ഷണങ്ങൾ യോബ് നടത്തുന്നതായിട്ട് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു, അല്ലേ? യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന സ്നേഹിതന്മാരിൽ സ്തോത്രം ചില വ്യക്തികൾ, അല്ലേ, സോഫർ, എലീഫാസ്, അതുപോലെ ബിൽദാദ്, ഇവരൊക്കെ സ്തോത്രം യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നവരാണെങ്കിലും അവനെ കുറ്റം വിധിക്കുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇതൊക്കെ വന്നു എന്നുള്ള ചിന്തകളിലേക്ക് അവനെ കൊണ്ടുപോകുന്നൊരു ഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ബിൽദാദ് പറയുന്ന ചില വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ മറുപടിയായിട്ടാണ് യോബ് 9-ഉം 10-ഉം അധ്യായങ്ങൾക്കകത്ത് ചില വിശദീകരണങ്ങൾ നൽകുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് തൻ്റെ ജീവിതത്തിൽ വന്ന ഈ അവസ്ഥയെ പ്രതി അതിനെ നോക്കി വിലപിക്കുന്ന ഒരു ഭാഗത്തെയും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, അല്ലേ? ഈ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ 12-ാം വാക്യം നിങ്ങളൊന്ന് ചിന്തിച്ച്, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. അപ്പോൾ ദൈവം കൃപ നൽകി, ജീവൻ നൽകി, എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത യോബ് പറയുക, എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചു, ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ അറിയുന്നു. ഏതായിരുന്നു താല്പര്യം? എന്താണ് കർത്താവ് ഒളിപ്പിച്ച് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. യോബിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്ന കഷ്ടതയാണ് ദൈവം ഒളിച്ചു വെച്ച കാര്യം. പ്രീശ, അത് ദൈവത്തിൻ്റെ താല്പര്യമെന്ന് യോബ് മനസ്സിലാക്കിയത് പിന്നത്തേതിലാണ്, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യോസേഫിൻ്റെ ജീവിതത്തിനകത്ത് യോസേഫിനോടുള്ള ബന്ധത്തിൽ ദൈവം കാണിച്ച 2 സ്വപ്നങ്ങൾ. ഒന്ന്, സ്തോത്രം, കറ്റകൾ അവൻ്റെ മുൻപാകെ 11 കറ്റകളും അവൻ്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊരു സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവന് വീണ് നമസ്കരിക്കുന്ന സ്വപ്നം കാണിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ച്, പൊട്ടക്കിണറിൻ്റെ സ്വപ്നം ആര് യോസേഫ് കണ്ടോ? ഇല്ല. പോത്തിഫോറിൻ്റെ വീട് യോസേഫ് കണ്ടോ? ഇല്ല. കാരാഗ്രഹത്തിൻ്റെ അനുഭവം യോസേഫ് കണ്ടോ? ഇല്ല. എന്നാൽ കണ്ടത് വരാൻ പോകുന്ന നന്മയുടെ വെളിപ്പാടാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, യോബിന്റെ ജീവിതത്തിൽ ആടുമാടുകളും മൃഗസമ്പത്തുകളും ദാസീദാസന്മാരും മക്കളും അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പത്തിനുടമയായിരുന്നു യോബ്. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴും ഒളിഞ്ഞിരുന്ന ഈ അവസ്ഥയെ യോബിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് യോബ് പറഞ്ഞത്, ഇത് നീ നിന്റെ ഹൃദയത്തിനകത്ത് ഒളിച്ചു വെച്ചൊരു കാര്യം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടത, അതിൻ്റെ കാഠിന്യതകൾ ഒരു പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പ്രീസലോ, പക്ഷേ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഇരിപ്പുണ്ട്. നമ്മളെ പരിശോധിക്കുന്ന, നമ്മളെ സൂക്ഷിക്കാൻ കഴിയുന്ന, നമ്മളെ കഷ്ടതകൾ പിടിച്ചു നിർത്തുന്ന ചില മേഖലകളിലൂടെ നമ്മൾ നടന്നു പോകേണ്ടതായിട്ട് വരും. അടുത്ത് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതായിരുന്നു നിന്റെ താല്പര്യം എന്ന് ഞാൻ അറിയുന്നു. ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാം, ഒരു ശുശ്രൂഷയ്ക്കായി, ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുൻപേ നമ്മളെ അതിനുവേണ്ടി പാകപ്പെടുത്തുന്ന ഒരു ക്രമീകരണം നടക്കും. ഒരു മുന്തിരിയെ അതിനകത്ത് നിന്ന് ജ്യൂസ്, അതിനകത്ത് നിന്ന് ചാറ് നമുക്ക് എടുക്കണമെങ്കിൽ അതിന് നല്ലതുപോലെ പിഴിഞ്ഞേ ഒക്കത്തുള്ളൂ, അതിനെ ഉടച്ചേ പറ്റത്തുള്ളൂ. എന്നതുപോലെ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ, ഒരു വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ, ദൈവം നമ്മളെ മേഖലകളിലൂടെ കടത്തിവിടും. മുന്തിരി ചക്കിനകത്ത് കിടന്ന് ഞെരുങ്ങുന്നത് പോലെ എന്നാൽ മാത്രമേ ചക്ക വരത്തുള്ളൂ, കേട്ടോ. അതാണ് അതിൻ്റെ അകത്തുള്ള ദൈവ പദ്ധതി. അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ ഹിതമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ദൈവം നന്മകളിലേക്ക് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തിയാട്ടെ. എല്ലാ മഹത്വവും കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.